പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 11 തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത്. കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചില്ലേ? കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യും. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയില്ലേ? അതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നമ്മളോടുള്ള കർത്താവിൻ്റെ ദയ വലുതാകിയാൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം, കർത്താവിന് സ്തോത്രം ചെയ്യാം, കർത്താവിന് സ്തോത്രം ചെയ്യാം, കർത്താവിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും, 44-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം, തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല അവർ ജയം നേടിയത്. കർത്താവിൻ്റെ വലങ്കയും കർത്താവിൻ്റെ ഭുജവും കർത്താവിൻ്റെ മുഖപ്രകാശവും കൊണ്ടത്രേ കർത്താവിന് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ഫേവറിനായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ പ്രീതി നമ്മളോടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ഫേവർ നമ്മളോടുണ്ടെങ്കിൽ, നമ്മുടെ കൈകളുടെ പ്രവൃത്തികളല്ല നമ്മളെ അത്ഭുതമാക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ അത്ഭുതമാക്കുന്നത്. അവൻ 5-ാമത്തെ വാക്യം പറഞ്ഞത്, കർത്താവിനാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ചവിട്ടിക്കളയും. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. കർത്താവ് അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരുടെ കർത്താവ് ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കും, കർത്താവിൻ്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ പ്രീതി ഉണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ ഫേവർ, കർത്താവിൻ്റെ പ്രീതി എല്ലാവരുടെ മേലും ഉണ്ടാകുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ ഫേവറിനാൽ ഇവർ അത്ഭുതമായി തീരട്ടെ. ഈ പകൽക്കാലം കർത്താവിൻ്റെ ഫേവറിനാൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവിക ഇടപെടലുകൾ സംഭവിക്കട്ടെ, അങ്ങയുടെ മഹത്വം ഇവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോൺസിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് ഉണ്ടായിട്ട് ബ്ലീഡിങ്ങുകളാൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ ഇൻറ്റേർണൽ ഓർഗൻസിന് ഉണ്ടായിരിക്കുന്നതായ ക്ഷതങ്ങൾ, മുറിവുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയും ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുകയും ചെയ്യട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകൽക്കാലം വിടുവിക്കപ്പെടണം. പ്രത്യേകിച്ച് ബിസിനസ്സിനകത്ത് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്റ്റെബിലിറ്റി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി ചെയ്യാനുള്ള മാനസിക സംഘർഷങ്ങൾ, ജോലി സ്ഥലത്ത് നേരിടുന്നതായ ഒറ്റപ്പെടലുകൾ, ജോലി സ്ഥലത്ത് നേരിടുന്നതായ മറ്റ് മാനസികമായ സമ്മർദ്ദങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറി നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായി ജോലി ചെയ്യുവാനിട വരട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, ദൈവിക സമാധാനം തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂട്ടായിട്ടിരിക്കണം. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂട്ടായിട്ടിരിക്കണം. കർത്താവിൻ്റെ ഗ്രേസ് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനും സമാധാനവും തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെയൊക്കെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വചനം 2 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. തിരുവെഴുത്ത് പറയുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നമ്മളെ ഉറപ്പിച്ച്
ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാത്തുകൊള്ളും. കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. വിശ്വസ്തനായ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. 2, അവൻ നമ്മളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാത്തുകൊള്ളും. നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണല്ലേ. നമുക്കറിയാം പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ നടുവിലൊക്കെയാണ് ജീവിക്കുന്നത്, പലതരത്തിലുള്ള പരീക്ഷകളുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്, പലതരത്തിലുള്ള ആത്മീയമായ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്താകും എങ്ങനാകും എന്നൊന്നും അറിയാൻ മേലാതിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മുമ്പിൽ ഇന്ന് വായിച്ച തിരുവചനം നമുക്ക് ഭയങ്കരമായ ഒരു ഉറപ്പ് തരുന്നു. കർത്താവ് നമ്മളെ രക്ഷിക്കും, കർത്താവ് നമ്മളെ സൂക്ഷിക്കും. കരമുയർത്തി പറ, കർത്താവ് എന്നെ രക്ഷിക്കും, കർത്താവ് എന്നെ സൂക്ഷിക്കും. ആ കരമുയർത്തി പറഞ്ഞ കർത്താവ് എൻ്റെ കുടുംബത്തെ രക്ഷിക്കും, കർത്താവ് എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു ആമേൻ, കർത്താവ് നമ്മളെ സൂക്ഷിക്കുമെന്ന് പറയുമ്പോൾ ആമേൻ അവിടെ പറയുന്നു രക്ഷിക്കുക മാത്രമല്ല, ആ കർത്താവ് തന്നെ, രക്ഷിച്ച കർത്താവ് തന്നെ നമ്മളെ സൂക്ഷിക്കുകയും ചെയ്തോളൂ. ആമേൻ, ആമേൻ. ഈ പൗലോസ് ഈ ഭാഗം എഴുതുന്നത് ആമേൻ വളരെ പീഡകളുടെ നടുവിലാണ്. അതായത് തെസ്സലോനിക്ക സഭയെന്ന് പറയുന്നത് ആ സമയത്ത് പീഡകളിലൂടെ കടന്നു പോകുന്നു. ഭയങ്കര കൺഫ്യൂഷൻ അവർ നേരിടുക. ആമേൻ, ആമേൻ. ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ആ സഭ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസ് അവരുടെ ഫോക്കസിനെ ഈ പീഡകളിലേക്കോ ഒറ്റപ്പെടലുകളിലേക്കോ കൺഫ്യൂഷനിലേക്കോ വരാതെ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവം വിശ്വസ്തനാണ്. അർത്ഥം എന്തുവാ? ആമേൻ, വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ആമേൻ നോട്ട് കർത്താവിൻ്റെ വിശ്വസ്തതയെ അവിടെ പറയുക. ആമേൻ, ദൈവം വിശ്വസ്തനാണ്. അതായത് സർക്കംസ്റ്റാൻസസുകളല്ല, മനുഷ്യരല്ല, ആമേൻ, അവിടെ ഭരിക്കുന്നവരല്ല വിശ്വസ്തർ. പിന്നാര്? ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. കരമുയർത്തി പറഞ്ഞ് ദൈവം വിശ്വസ്തനാണ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത്, നമ്മുടെ ധൈര്യമെന്ന് പറയുന്നത് ആമേൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും അവൻ്റെ ശക്തിയിലുമായിരിക്കണം. ആമേൻ. കൈകൾ ഉയർത്തി പറഞ്ഞ് നമ്മുടെ ഉറപ്പും നമ്മുടെ ബലവും ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുമായിരിക്കണം. ആമേൻ. അപ്പം ഈ എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഫെയ്ത്ത്ഫുൾ മീൻസ് അവൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ആമേൻ. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ വാക്ക് അതുപോലെ അവൻ നിവർത്തിക്കും. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ അവൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് അവൻ തന്നെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ. എന്നിട്ട് പറയുന്നു അവൻ നമ്മളെ ഉറപ്പിക്കും. ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കാതെ നമ്മൾ പറയത്തില്ലേ അവൻ ഒരു തൂണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഉറപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കും. കാരണം അത് കുലുങ്ങിപ്പോകാതിരിക്കാൻ. അതുപോലെ കർത്താവ് നമ്മളെ ഔട്ട്സൈഡിലും ഇൻസൈഡിലും നമ്മളെ സ്ട്രോങ് ആക്കും. ആമേൻ. നമ്മളെ പുറമേ ഉള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമ്മളെ അകത്തും പുറത്തും കർത്താവ് എന്ത് ചെയ്യും? ഒരുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പറയാം ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പം ദുഷ്ടൻ എന്ന് പറയുന്നത് വാസ്തവമായതുകൊണ്ടാണല്ലോ പറഞ്ഞ് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളുമെന്ന്. ആമേൻ. അപ്പം ദുഷ്ടൻ്റെ പദ്ധതികൾ, ദുഷ്ടൻ റിയലാണ്, ദുഷ്ടൻ്റെ പദ്ധതികൾ റിയലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വീണു പോകാതെ കർത്താവ് നമ്മളെ കാത്തുകൊള്ളും. ആമേൻ. നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നമുക്ക് വേണ്ടി അവൻ എന്നും പ്രവർത്തിക്കും. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമല്ല, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കവണൻ്റാണ്, ദൈവിക ഉടമ്പടിയാണ് നമ്മളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അവൻ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ കരങ്ങളെ ഉയർത്തി പറയണം, എൻ്റെ കർത്താവ്. ആമേൻ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത്? യേശു എങ്ങനെയാണ് സൂക്ഷിക്കപ്പെട്ടത്? ഇതുപോലെ ഭൂമിയിൽ കർത്താവ് നമ്മളെയും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. അവൻ യേശുവിനറിയാം ഈ ഭൂമിയിൽ യേശു ആയിരിക്കുമ്പോൾ താനും പരീക്ഷകൾ സഹിച്ചവനായതുകൊണ്ട്, താനും സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത് ആയതുകൊണ്ട് യേശുവിനറിയാം നമ്മളും കടന്നു പോകുമ്പോൾ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അവൻ നമ്മളെ സംരക്ഷിക്കും, അവൻ നമ്മളെ പരിപാലിക്കും. നിങ്ങളെ കുടുംബമായി കർത്താവ് സൂക്ഷിക്കും, വ്യക്തിപരമായി കർത്താവ് സൂക്ഷിക്കും. നിങ്ങളുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസം നിങ്ങളെ അത്ഭുതകരമായി കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിന് നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഉറപ്പിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് ഉറപ്പിച്ച് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറ, ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആ കർത്താവ് എന്നെ എല്ലാ ദുഷ്ടൻ്റെ പ്രവൃത്തിയിൽ നിന്നും കാത്തുകൊള്ളും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുക. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിക്കും.
ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളും. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. God bless you. God bless you.